ഹലോ കൂട്ടുകാരെന്ന് ഞാൻ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഉണങ്ങല്ലരി വെച്ചിട്ടാണ്. കണ്ടോ, ഉണങ്ങല്ലരിൻ്റെ പച്ചരിയാണ് കേട്ടോ. നമ്മൾ സാധാ പച്ചരിയല്ല, ഉണങ്ങല്ലരിൻ്റെ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കി വെക്കുക. സാധാ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇത് ഉണ്ടാക്കിയാൽ കുറച്ച് സോഫ്റ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ടിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇടുന്നുണ്ട്, ഒരു നുള്ളു ഉപ്പിടാം. എന്നിട്ട് നമുക്ക് ഇതിനെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കര പാനി ഒഴിക്കാം കേട്ടോ. അരി ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതിൽ നമ്മൾ ശർക്കര പാനി ഒഴിച്ചിട്ട് നമ്മൾ അരക്കാം. അപ്പം നമ്മളത് അരച്ചെടുത്ത് നമ്മൾ ഇതിൽ ഇതാ 2 പഴവും പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതാണ് കേട്ടോ അത് ചേർക്കുന്നത്. നമുക്ക് അപ്പോൾ സോഡപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് 1 മണിക്കൂർ നമ്മളിത് ഷോക്ക് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കത് ചുട്ടെടുക്കട്ടെ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ആയിരിക്കും. നമുക്ക് ചുട്ട് നോക്കാം. ചുടുമ്പോൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഒരു സാധനം കൂടെ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. തേങ്ങ നെയ്യിൽ വറുത്തതാട്ടോ അത്. നമ്മളതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളും കൂടെ നമ്മളതിലിടുക. പിന്നെ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചുടാം. 1 മണിക്കൂർ വരെ നമ്മളത് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം ചുട്ട് സോഫ്റ്റ് ഉണ്ണിയപ്പം കണ്ടോ. എല്ലാവരും ചുട്ട് നോക്കണം കേട്ടോ.